ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴുന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. തിരക്ക്, സർവത്ര തിരക്ക്. ആധുനിക മനുഷ്യൻ ഇങ്ങനെയാണ്, എന്തിനും ഏതിനും തിരക്ക്. അലക്ഷ്യമായ ഈ തിരക്കിൽ അവന് നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവനും ജീവിതവുമാണ്. ഇതിനെ പ്രതിരോധിക്കാനാണ് നമ്മുടെ പൂർവികർ പ്രകൃതിയോടിണങ്ങിയ ചില ജീവിതക്രമങ്ങൾ നമുക്ക് ഉപദേശിച്ചത്. പ്രകൃതി ജീവനം ഒരു ചികിത്സാ പദ്ധതിയല്ല, മറിച്ച് ലളിതമായ ഒരു ജീവിതക്രമമാണ്. ആദിമകാലം മുതൽ മനുഷ്യ സമൂഹം ജീവിച്ചു പോന്ന ആരോഗ്യദായകമായ ഒരു ജീവിത ശൈലിയുണ്ട്. അതിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ പ്രകൃതി ജീവനം അല്ലെങ്കിൽ ഈ ജീവിത ശൈലിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ചികിത്സാ സംവിധാനത്തെക്കാൾ ഉപരി വന്നുപോയ ജീവിതശൈലി വ്യതിയാനങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ആരോഗ്യദായകമായ ആ നല്ല വഴികളിലേക്കുള്ള ഒരു തിരിച്ചു നടപ്പാണ് എന്ന് പറയുകയായിരിക്കും ഏറ്റവും ഉചിതം. ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് മരുന്നിന് അടിമപ്പെട്ട ഒട്ടേറെ ജീവിതങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുപിടിക്കാൻ ഈ ജീവനകല കാരണമായിട്ടുണ്ട്. വളരെ പുരാതന കാലം മുതൽ തന്നെ മനുഷ്യൻ തൻ്റെ ആരോഗ്യത്തിന് വന്നു ഭവിക്കുന്ന ചെറിയ ചെറിയ തകരാറുകൾ പരിഹരിക്കാൻ സ്വന്തമായി പിന്തുടർന്നിരുന്ന ചെറിയ ലളിതമായ ഉപാധികളുണ്ടായിരുന്നു. അതിനെ വളരെ ഉപകാരപ്രദമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശാസ്ത്രീയമായി പുനരവതരിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ പ്രകൃതി ചികിത്സാ സംവിധാനത്തിലൂടെ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ
മനുഷ്യൻ്റെ ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് അതിനുള്ള സാധ്യതകൾ വളരെയേറെ തുറന്നിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വിശുദ്ധ ബൈബിളിനെ അപേക്ഷിച്ച് നമ്മൾ അതിൽ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് പ്രകൃതിയിൽ ആക്കി. എന്തിനാണ്? പ്രകൃതിയുടെ സംരക്ഷകനും സൂക്ഷിപ്പുകാരനുമായി അതിനെ പരിപാലിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടിയായിരുന്നു. അന്ന് അവൻ കൃത്യമായി അത് ചെയ്തു പോന്നിരുന്ന കാലം വരെ നമ്മൾ ഇന്ന് കാണുന്ന ഈ പറഞ്ഞ രോഗത്തിൻ്റെ ഭീകരതകളിൽ നിന്നെല്ലാം അവൻ വിമുക്തനായിരുന്നു. വളരെ സ്വതന്ത്രമായ, വളരെ ഹൃദയഹാരിയായ ആരോഗ്യം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അന്ന് മനുഷ്യൻ. അപ്പോൾ ജാതിക്കും മതത്തിനും സംസ്കാരത്തിനും ഭാഷയ്ക്കും ഭൂവിഭാഗങ്ങൾക്കൊക്കെ അതീതമായിട്ട് നമ്മൾ എന്തായിരുന്നുവോ അതിലേക്കുള്ള സ്വമനസ്സായുള്ള ഒരു തിരിച്ചുള്ള യാത്രയാണ് ഇവിടെ നമ്മൾ നടത്തേണ്ടത്. ഈ പൈതൃക സമ്പ്രദായത്തെ മുറുകെ പിടിച്ച് ലോക ജനതയ്ക്ക് മുന്നിൽ മാതൃകയായ രാജ്യമാണ് നമ്മുടെ ഭാരതം. സഭയിലും അതിൻ്റെ അലയൊലികൾ നമുക്ക് കാണാം. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ സംസ്കാരം അതിന് വളരെയേറെ വളക്കൂറുള്ളൊരു മണ്ണായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ഏതൊരു പ്രദേശത്ത് ചെന്നാലും അതിൻ്റെ സംസ്കാരത്തിൻ്റെയും സാമൂഹ്യ തനിമയുടെയും ആധാരശിലകൾ പ്രകൃതിയോട് വളരെയേറെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. നമ്മളെല്ലാവർക്കും ആ ബോധ്യം ഉള്ളിലുണ്ട്. അത് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഭയാശങ്കകളും നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ നാച്ചുറോപ്പതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു പുതിയ സിസ്റ്റമല്ല. നമുക്കറിയാം, മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി ചികിത്സാ കേന്ദ്രമായ ഉരുളികാഞ്ചൻ ആശുപത്രി സ്ഥാപിക്കുകയും വളരെയേറെ രോഗികളെ അവിടെ ചികിത്സിക്കുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ ചികിത്സാക്രമം ഒരു ജീവിത ശൈലിയായി തിരിച്ചറിഞ്ഞവർ, അതിൻ്റെ ഗുണഫലങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടവർ അവിടെ അത് പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരേ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഴത്തിൽ വേരൂന്നി വളർന്നു വന്നുകൊണ്ടിരുന്നൊരു ചികിത്സാ സമ്പ്രദായമാണ്, ഒരു ജീവിത ശൈലിയാണ് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. അലോപ്പതി ചികിത്സയിൽ നിന്നും പ്രകൃതി ജീവനത്തിലേക്ക് മാറി ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിച്ച ഘടകം ദൈവാത്മാവല്ലാതെ മറ്റൊന്നുമല്ല, തീർച്ച. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈ സാത്മഭാവത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തിരുസഭ ഇന്ന് വ്യക്തവും കൃത്യവുമായി, പ്രത്യേകിച്ചും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനങ്ങളിലൂടെയും നമ്മുടെ ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിക ലേഖനങ്ങളിലൂടെയുമൊക്കെ പ്രകൃതിയോട് മനുഷ്യനുള്ള കടപ്പാടിനെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചും അത് നിറവേറ്റാൻ അവൻ പുലർത്തേണ്ട ഒരു പുതിയ ജീവിത ശൈലിയെക്കുറിച്ചുമൊക്കെ ഓർമ്മിപ്പിക്കുക. സഭ നമ്മളെ അതിന് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അനുഷ്ഠിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ധാർമ്മികമായ ഒരു ബാധ്യത കൂടി ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മണിമലയ്ക്കടുത്ത് ഇടയരിക്കപ്പുഴയിലുള്ള ബിഷപ്പ് കുരിയാളശ്ശേരി പ്രകൃതി ജീവന കേന്ദ്രത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. അഭിവന്ദ്യ കുരിയാളശ്ശേരി പിതാവിൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ നിലനിർത്തിക്കൊണ്ട് ഇടയരിക്കപ്പുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ആരാധനാ മഠത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ യോഗ സെൻറ്ററും അതോടൊപ്പം തന്നെ പ്രകൃതി ചികിത്സാ കേന്ദ്രവും ഒട്ടേറെ ആളുകൾക്ക് അവരുടെ ജീവിതം തിരികെ ലഭിക്കാനായിട്ട് സഹായകരമായ ഒരു വലിയ സ്ഥാപനമാണ്. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് പ്രകൃതിയുമായി അകന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി ജീവനത്തിൻ്റേതായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും അതോടൊപ്പം തന്നെ മനസ്സിനെയും ഒക്കെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ആയുസ്സും ആരോഗ്യവും നൽകി നല്ല മനുഷ്യരാക്കി മാറ്റുവാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണിത്. നമ്മുടെ സമൂഹത്തിന് ആരോഗ്യമുള്ള ഒരു തലമുറയെയും ആരോഗ്യമുള്ള സമൂഹത്തെയും വാർത്തെടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് 70കളിൽ ഇടയരിക്കപ്പുഴ പോലുള്ള ഒരു ഗ്രാമത്തിൽ
ഇത്തരം പ്രവർത്തനത്തിന് തുടക്കമിട്ടപ്പോൾ ഉണ്ടായത്. നമുക്കറിയാം പിന്നീടത് 91 ഇപ്പോൾ വളരെ വിപുലമായ സംവിധാനത്തോടുകൂടി നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ രോഗികൾ വ്യത്യസ്തമായ രോഗാനുഭവങ്ങളിൽ ഇവിടെ കടന്നു വന്ന് പൂർണ്ണമായ സുഖം പ്രാപിച്ചുകൊണ്ട് കടന്നുപോയി എന്നുള്ളത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഏറെ സന്തോഷകരമായൊരു കാര്യമാണ്. ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാൻ അഭിവന്യ കുരിയാളശ്ശേരി പിതാവിൻ്റെ നാമധേയത്തിൽ 1980 സമാരംഭിച്ച ഈ കേന്ദ്രം ഇന്ന് ആരോഗ്യരംഗത്ത് ചില പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞാനിവിടെ അടുത്ത് പത്തനാട്ടിൽ നിന്ന് വരുന്നു. എനിക്ക് 3 വർഷമായിട്ട് ഡിസ്കിന് കംപ്ലൈൻറ്റും പിന്നെ മൈഗ്രെയിനുമായിട്ട് വന്നായിരുന്നു. പല ഹോസ്പിറ്റലുകളും പോയി പരീക്ഷിച്ചു, ഇംഗ്ലീഷ് മരുന്ന് പരീക്ഷിച്ചു, എന്നിട്ടങ്ങ് ഒരു കുറവും കണ്ടില്ല. പിന്നെ ഇവിടുത്തെ സിസ്റ്റർ ജ്യോതി എന്ന് പറഞ്ഞ സിസ്റ്റർ വന്ന് കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സുഖപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് 13 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. എനിക്ക് വളരെ ആശ്വാസമുണ്ട്. അപ്പം യോഗയും ഇവിടെ കുറേ ട്രീറ്റ്മെൻറ്റുകളുണ്ടായിരുന്നു. യോഗ ആണ് ഫസ്റ്റിൽ, അത് കഴിഞ്ഞ് പിന്നെ വാട്ടർ അത് എല്ലാം ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. സഭാപഠനങ്ങളോട് ചേർന്ന് നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് ക്രൈസ്തവ മക്കൾ തീർച്ചയായിട്ടും ഇത്തരമൊരു ജീവിതശൈലിയുടെ പ്രചാരകരും ഉപഭോക്താക്കളുമായി മാറേണ്ടത് ആവശ്യമാണ്. സ്വന്തം ജീവിതശൈലിയിലും ആയിരിക്കുന്ന ചുറ്റുപാടുകളിലുമൊക്കെ ലാളിത്യവും മിതത്വവും മറ്റുള്ളവരുടെ നന്മ കാംക്ഷിക്കുന്ന, മറ്റുള്ളവർക്ക് കൂടി ഒരു സ്പേസ് കൊടുക്കുന്ന രീതിയിലുള്ള ചിന്താധാരയും സർവോപരി പ്രകൃതിയെ ദൈവത്തിൻ്റെ അതിവിശിഷ്ടമായൊരു വരദാനമായി കണ്ടുകൊണ്ട് ആദരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയുമൊക്കെ പിന്തുടരാൻ സാധിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ മാനവ വികസനവും മനുഷ്യനെന്ന് ഏറെ കാംക്ഷിക്കുന്ന സമാധാനവും രോഗശാന്തിയും അവന് ഈ ഭൂജീവിതത്തിലൊരു സന്തോഷമൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുക. അതിരൂപതയുടെ പ്രത്യേക താൽപ്പര്യം ഈ കേന്ദ്രത്തിനുമേൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അഭിവന്യ കുരിയാളശ്ശേരി പിതാവിനാൽ സ്ഥാപിതമായ SABS സന്യാസിനി സമൂഹത്തിനാണ് ഈ കേന്ദ്രത്തിലെ രോഗീ പരിചരണ ശുശ്രൂഷയുടെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും. ഞങ്ങളുടെ സ്ഥാപക പിതാവ് ധന്യന്മാർ തോമസ് കുരിയാളശ്ശേരിയുടെ നാമത്തിലുള്ള ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സയും യോഗയും ഒരു ക്രിസ്തീയ വിശ്വാസാടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്നു. ഇത് വളരെ വർഷങ്ങളായി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളുടെ 2 സിസ്റ്റേഴ്സിൻ്റെ ഒരു വ്യക്തിപരമായ ക്യാരിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഇവിടുത്തെ ആരംഭം. അവർ ഈ പ്രകൃതിയിലൂടെ തന്നെ ശരീരത്തിന് സൗഖ്യവും മനസ്സിന് സുഖവും ഒക്കെ ലഭിക്കുന്ന ചികിത്സാ രീതി ഉണ്ടെന്നറിഞ്ഞ് അതിനുവേണ്ടി അത് പോയി പഠിച്ച് അത് സ്വയം ഇവിടെ പരിശീലനം ചെയ്ത് ഒത്തിരിയേറെ പേർക്ക് ഇതിലൂടെ സൗഖ്യം കിട്ടിയെന്നറിഞ്ഞതുകൊണ്ട് അത് നല്ലതായിരിക്കുമെന്ന് പ്രൊവിൻസിൻ്റെ അധികാരികൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇതുപോലെ നമ്മൾ വളർത്തിയെടുത്തത്. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഒത്തിരിയേറെ ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് വരുന്നവരാണ്. അതിലുപരി അവർ ധാർമ്മികമായും ആത്മീയമായും മാനസികമായും ഒരുപക്ഷെ നഷ്ടപ്പെട്ടവരോ അസ്വസ്ഥപ്പെടുന്നവരോ തളർച്ച ബാധിച്ചവരോ അല്ലെങ്കിൽ ഒരു പുതുമയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരോ ഒരു നവജീവിതത്തിലേക്ക് കടന്നു വരാൻ കൊതിക്കുന്നവരോ ഒക്കെ ആയിട്ടാണ് ഇവിടെ വരിക. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അനുകൂല അന്തരീക്ഷവും ദൈവകൃപയാൽ ഇവിടെ തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ആസ്വദിക്കുക മാത്രമേ വേണ്ടൂ. നമ്മുടെ കർത്താവ് തന്നെ മണ്ണിൽ നിന്ന് ചേറുണ്ടാക്കി അന്ധനായ മനുഷ്യൻ്റെ കണ്ണുകളിൽ പൂശി ശീലോഹ വെള്ളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു ബൈബിളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ചെളിയും വെള്ളവും ഒക്കെ ഒരു ശരീരത്തിന് സൗഖ്യം കൊടുക്കുന്ന വസ്തുക്കളായിട്ട് നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. ഇവിടെ മണ്ണ് തേച്ച്
കുളിക്കുന്ന ഒരു ചികിത്സാരീതിയുണ്ട്. അതുപോലെ സൺലൈറ്റിൽ സൂര്യപ്രകാശം ശരീരത്തിൽ അടിച്ച് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് അസുഖങ്ങളെല്ലാം മാറുന്ന ചികിത്സാരീതി ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എണ്ണ, നമ്മൾ നല്ല സമ്പ്രായൻ രൂപമയിൽ ഈശോ എണ്ണയും വീഞ്ഞും ഒഴിച്ചവൻ കൊള്ളക്കാലാൽ അപകടത്തിൽപ്പെട്ട മനുഷ്യനെ സൗഖ്യമാക്കിയ അല്ലെങ്കിൽ പ്രാഥമിക ചികിത്സ കൊടുത്ത ഒരു കാര്യം നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇവിടെ എണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ ഉണ്ട്. തിരുമുമ്പോൾ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. മലയോര മേഖലയിൽ നിന്നും മാത്രമല്ല, കേരളത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഈ ആരോഗ്യ കേന്ദ്രം അന്വേഷിച്ചു വരുന്നവർ നിരവധിയാണ്. I'm suffering from chronic sinusitis. It's going to be around 6 years I'm suffering from sinus. Allopathy, homeopathy, Ayurvedic എല്ലാം ചെയ്തിട്ടുണ്ട്. 6 വർഷമായി ഇത് ആയിട്ട് suffering from chronic sinusitis. Then my father came here in this nature cure and yoga center 2 months before. He was suffering from varicose vein. He had a great relief. Then he introduced me here. It's going to be around 3 days after coming here and I have a great relief. I was suffering from continuous sneezing and irritation and a headache. Now I have a relief after coming here. I'm getting a good care here. ശരീരത്തിനകത്തും പുറത്തുമുള്ള എല്ലാ രോഗങ്ങൾക്കും ശാശ്വതമായ പരിഹാരമാണ് പ്രകൃതി ചികിത്സാ മാർഗങ്ങൾ. അത് തിരിച്ചറിഞ്ഞാൽ നാം പിന്നെ ഒരിക്കലും മരുന്ന് ഭക്ഷിക്കുകയില്ല, പിന്നെയോ ഭക്ഷണത്തെ മരുന്നാക്കും. തിരക്ക് പിടിച്ചോടുന്ന മനുഷ്യന് ആരോഗ്യപ്രദമായ ഭക്ഷണം എന്താണെന്ന് തിരഞ്ഞെടുക്കാനോ അത് ആഹരിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും സമയമില്ല. പക്ഷേ അതൊരു എക്സ്ക്യൂസായിട്ട് പറയാമെങ്കിലും അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ് എന്ന് നമ്മളിൽ പലർക്കും സ്വന്തം ജീവിതാനുഭവം കൊണ്ട് തന്നെ ബോധ്യമുണ്ടാകാം. ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും നമ്മുടെ ആന്തരിക ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളും ഒക്കെ നമ്മളെ ഒത്തിരിയേറെ രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ആസ്വദിക്കേണ്ട യഥാർത്ഥ ഒരു ആരോഗ്യം ആസ്വദിക്കാൻ പറ്റാത്ത ഒരു റെസ്ട്രിക്റ്റഡ് അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട്. ഇവിടെ അതിനൊരു തിരിച്ചറിവ് കൊടുക്കുകയാണ് ആദ്യം. ഇതൊക്കെ ഭക്ഷിക്കുന്നത് കൊണ്ട്, ഇത്രമാത്രം കുറച്ച് ഭക്ഷിക്കുന്നതുകൊണ്ടൊക്കെ എനിക്ക് വളരെ സ്വതന്ത്രമായിട്ട് വളരെ ഊർജ്ജസ്വലമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ പലതും എൻ്റെ ഭക്ഷണക്രമത്തോട് കൂടി ബന്ധപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുകയാണ് ഇവിടെ ആദ്യം ചെയ്യുക. അങ്ങനൊരു ബോധ്യം ലഭിക്കുന്ന വ്യക്തിക്ക് തുടർന്നങ്ങോട്ട് ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ അനുശാസിക്കുന്ന ഭക്ഷണ ക്രമീകരണത്തെ പിന്തുടരാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളില്ല. ആദ്യത്തെ 1-2-3 ദിവസങ്ങളിൽ കുറച്ച് സ്ട്രഗിളുകൾ ഉണ്ടാവാം. മണ്ണ് ചികിത്സയും തിരുമ്മു ചികിത്സയും ജലചികിത്സയും ഉൾപ്പെടെ നിരവധിയായ പാരമ്പര്യ മാർഗങ്ങളിലൂടെയാണ് ഇവിടെ രോഗി സൗഖ്യം പ്രാപിക്കുന്നത്. നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റിൽ പേഷ്യൻറ്റിൻ്റെ അരക്കെട്ട് ഭാഗമാണ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. പ്രകൃതി ചികിത്സയിൽ ചികിത്സാ വിഭാഗത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു
ട്രീറ്റ്മെൻറ്റാണ് ഈ ഹിപ്പ് ബാത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒത്തിരിയേറെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ് ശരീരത്തിലെ അരക്കെട്ട് ഭാഗം എന്ന് പറയുന്നത്. ദഹനേന്ദ്രിയ വ്യൂഹം, ജനനേന്ദ്രിയ വ്യൂഹം ഒക്കെ ഈ അരക്കെട്ട് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്കറിയാം ദഹന പ്രക്രിയ 24 മണിക്കൂറും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സങ്കീർണ പ്രക്രിയ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ചൂട് അതിനെ പലപ്പോഴും വേണ്ട വിധത്തിൽ പുറത്തു കളയാൻ ഉള്ള ഒരു സാധ്യത നമ്മൾ ശരീരത്തിന് കൊടുക്കാറില്ല. നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരക്കിട്ട് ഓടുന്നതുകൊണ്ട് ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെ കൈകാര്യം ചെയ്യാൻ സന്തുലനാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ബോഡിക്ക് നമ്മൾ ഇവിടെ അറിഞ്ഞു കൊടുക്കുന്ന ഒരു അവസരമാണ് ഹിപ്പ് ബാത്ത് എന്ന് പറയുന്നത്. ഹിപ്പ് ബാത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ അരമണിക്കൂർ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ദൈർഘ്യം. വളരെയേറെ സങ്കീർണ പ്രക്രിയകൾ നടക്കുന്ന ശരീരത്തിൻ്റെ ഈ ഭാഗത്ത് താപനില ക്രമീകരിക്കുന്നത് ശരീരത്തിന് ഏറ്റവും ആരോഗ്യപ്രദമായ ഒരു ആന്തരിക അന്തരീക്ഷം പ്രദാനം ചെയ്യും. അവിടെയാണ് നമ്മളുടെ പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന തത്വമായ വിഷാംശത്തെ പുറന്തള്ളൽ എന്ന രോഗസൗഖ്യ പ്രക്രിയ വളരെ നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുക. അതുവഴി നമ്മൾ സൗഖ്യത്തിലേക്ക് എത്തുകയാണ്. ഡയറക്റ്റായിട്ട് പ്രത്യക്ഷത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് തരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻഡൈജഷൻ മൂലം ദഹന പ്രക്രിയ ശരിയാവാത്തത് മൂലം ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ക്രമക്കേടുകൾക്കും പ്രധാനമായിട്ടും പരിഹാരമാണ് ഈ കടി സ്നാനം അഥവാ ഹിപ്പ് ബാത്ത്. ഒത്തിരിയേറെ പേർ അസിഡിറ്റി, പുളിച്ചുതകട്ടൽ, കോൺസ്റ്റിപ്പേഷൻ, അൾസർ അങ്ങനെ ഒത്തിരിയേറെ രോഗ സാധ്യതകൾ ഉള്ളിൽ വഹിക്കുന്നവരാണ്. അവർക്കൊക്കെയും നല്ല ശാന്തി ലഭിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഹിപ്പ് ബാത്ത്. പഞ്ചഭൂതാത്മകമായ ഈ ചികിത്സാ മാർഗങ്ങൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നയിക്കുന്നത് നന്മയിലേക്കാണ്, ശാന്തിയിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ടബ് അറിയപ്പെടുന്നത് സ്പൈനൽ ബാത്ത് ടബ് എന്നാണ്. നട്ടെല്ല് സ്നാനം എന്ന് മലയാളത്തിൽ പറയും. ഇത് നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മെല്ലെ സൈഡിൽ പിടിച്ച് ഇവിടേക്ക് കിടന്നോളൂ. കഴുത്ത് വന്ന് ഈ മുകൾ അഗ്രത്തിൽ സ്പർശിക്കുന്നത് പോലെ സാവധാനം. ഓക്കെ, നമ്മൾ നട്ടെല്ല് സ്നാനത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഇനി നമ്മൾ തല കവർ ചെയ്തുകൊണ്ട് ഒരു കോൾഡ് കംപ്രസ് കൊടുക്കുന്നു. അതിൻ്റെ ഉദ്ദേശം ബോഡിയുടെ ബാക്കി ഭാഗങ്ങൾ തണുത്തതോ ചൂടോ ആയ വെള്ളത്തിൽ കോണ്ടാക്റ്റിലായിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ടെമ്പറേച്ചർ ചേഞ്ചസ്, വ്യതിയാനങ്ങളെ ക്രമീകരിക്കുന്ന തലച്ചോറിലെ ടെമ്പറേച്ചർ റെഗുലേറ്ററി സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ്, കരുതലാണ് ഈ കോൾഡ് കംപ്രസ്. ശരീരം എമിറ്റ് ചെയ്യുന്ന, പുറന്തള്ളുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്ന ഹീറ്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് തലച്ചോറിന് ഈ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. ഈ രോഗി ഇപ്പോൾ ഈ ചികിത്സ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നട്ടെല്ല് സംബന്ധമായ വേദനകൾക്കും ഒപ്പം പ്രധാനമായും ഹൈ ബ്ലഡ് പ്രഷറിനുമാണ്. ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന സ്പൈനൽ നെർവ്സിന് കൊടുക്കുന്ന ഒരു സൂതിങ് ട്രീറ്റ്മെൻറ്റാണിത്. ജീവിതശൈലിയുടെ ഭാഗമായിട്ടും ഓൾറെഡി ഉള്ളിൽ ചെന്നിരിക്കുന്ന ടോക്സിൻസിൻ്റെ ഭാഗമായിട്ടുമൊക്കെ സ്പൈനൽ നെർവ്സിൽ വന്നിരിക്കുന്ന തേയ്മാനങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യപരമായ നിലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ തിരിച്ച് പുനഃക്രമീകരിച്ച് നല്ല ആരോഗ്യ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ നട്ടെല്ല് സ്നാനം. ഇത് നമ്മൾ ഒരു 20 മുതൽ 30 വരെ മിനിറ്റ് ആണ് ഈ ട്രീറ്റ്മെൻറ്റ് സാധാരണ കൊടുക്കാറുള്ളത്. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് രോഗിക്ക് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറില്ല. ചിലർക്ക് ഈ കിടക്കുന്ന ഒരു പൊസിഷൻ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പുതുമ തോന്നാം, അതല്ലാതെ മറ്റു യാതൊരു ബുദ്ധിമുട്ടുകളും ഈ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ശരീരത്തിൻ്റെ ആന്തരിക വ്യവസ്ഥയെ വളരെ ശാന്തമായ ഒരു നിലയിലേക്ക് എത്തിക്കാനും ഉള്ളിൽ നടക്കുന്ന ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനങ്ങൾ, ഉള്ളിൽ നടക്കുന്ന ഡൈജഷൻ്റെ ഭാഗമായിട്ടുള്ള മെറ്റബോളിക്കൽ പ്രോസസ്സ്, ഓൾറെഡി ആളുടെ ഉള്ളിലുള്ള രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒക്കെയും ലഘൂകരിച്ച് വളരെ ശാന്തമായി സ്വച്ഛമായി ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ നട്ടെല്ലിൽ നിന്ന് പുറപ്പെടുന്ന ഞരമ്പുകൾക്ക് സാധിക്കുന്നു. ഈ ഞരമ്പുകൾ എത്രമാത്രം ഭംഗിയായി അവരുടെ ദൗത്യം നിർവഹിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ആരോഗ്യത്തിൻ്റെ തോത് കുറയുകയോ കൂടുകയോ ചെയ്യുക. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ നട്ടെല്ലിൽ നിന്ന് പുറപ്പെടുന്ന ഞരമ്പുകൾക്ക്
നല്ല ആരോഗ്യം, സ്വച്ഛത, സ്വസ്ഥത, ശാന്തത പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി ഇത്രനാളും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഞരമ്പുകൾക്ക് വരാവുന്ന എല്ലാ അമിത സമ്മർദ്ദങ്ങളും എടുത്തു മാറ്റി രോഗിക്ക് നല്ലൊരു ആരോഗ്യദായകമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ നട്ടെല്ല് സ്നാനം. പ്രകൃതി ചികിത്സയിലെ ജലചികിത്സാ വിഭാഗത്തിൽ എല്ലായിടത്തും നമ്മൾ ഈ തലയ്ക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ സ്വീകരിക്കാറുണ്ട്. മുൻപ് കണ്ടതുപോലെ നമ്മൾ ജലത്തിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ ബ്രെയിൻ വളരെ സയൻറ്റിഫിക്കായിട്ട് ക്രമീകരിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു മുൻകരുതലാണ് തലയിൽ സ്വീകരിക്കുന്ന ഈ തണുത്ത കംപ്രസ് എന്ന് പറയുന്നത്, കവചം എന്ന് പറയുന്നത്. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയാണ് ഈ ചികിത്സാ രീതിയുടെ ദൈർഘ്യം, സമയ ദൈർഘ്യം. തീരെ അവശതയുള്ള രോഗികളാണെങ്കിൽ, പ്രായക്കൂടുതലുള്ള രോഗികളാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ടെമ്പറേച്ചർ ക്രമീകരിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം സാധാരണ കോൾഡ് വാട്ടറാണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 18 മുതൽ 26 ഡിഗ്രി വരെ സെൽഷ്യസ് ആണ്. നമ്മൾ ഈ ചികിത്സ കൊടുക്കുന്നത് ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഡീജനറേറ്റീവ് കണ്ടീഷൻസിലാണ്. അതായത് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്കും ജോയിൻസിനും ഈവൻ തൊലിപ്പുറമെ പോലും സ്കിന്നിന് പോലും ഉണ്ടാകുന്ന രോഗാവസ്ഥയിൽ നിന്ന് ശരീരത്തെ സ്വയം ഒരു ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ടോക്സിക് റിമൂവലാണ്. ശരീരത്തിലുണ്ടാകുന്ന വിഷാംശങ്ങളെ, ടോക്സിക് മെറ്റീരിയൽസിനെ വെള്ളം വലിച്ചെടുക്കുകയാണ്. നമ്മളിതിൻ്റെ കൂട്ടത്തിൽ മഗ്നീഷ്യം സൾഫേറ്റ് കലർത്താറുണ്ട്. മഗ്നീഷ്യം നമുക്കറിയാം ശരീരത്തിന് ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഒരു മൂലകമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമുക്കത് ലഭിക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ മഗ്നീഷ്യം സൾഫേറ്റ് കലർത്തുമ്പോൾ സ്കിൻ ട്രാൻസ്ഫർ, മഗ്നീഷ്യത്തിൻ്റെ സ്കിൻ ട്രാൻസ്ഫർ നന്നായിട്ട് നടക്കും. അതായത് സെല്ലിൻ്റെ ലൈഫ് സ്പാന് വേണ്ടുന്ന ഒരു ആവശ്യ ഘടകമായിട്ട് മഗ്നീഷ്യം പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ ആ അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയാണ് ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ അഭാവം മൂലം ശരീരത്തിലുണ്ടാകുന്ന എല്ലാ കുറവുകളെയും പരിഹരിക്കാനായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് സഹായിക്കും. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ, അമിതമായ ചൂട്, സ്കിന്നിനുണ്ടാകുന്ന വരൾച്ച, ചില സ്കിൻ ഡിസീസസ്, കിഡ്നിക്കുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ, ലിവറിൻ്റെ കംപ്ലയിൻറ്റ്സ്, നട്ടലിൻ്റെ കംപ്ലയിൻറ്റ്സ്, ഷോൾഡർ ജോയിൻ്റെ കംപ്ലയിൻറ്റ്സ്, ശ്വാസകോശത്തിൻ്റെ ബുദ്ധിമുട്ട്, ഇവയ്ക്കൊക്കെയും വളരെ ഫലപ്രദമായിട്ട് കൊടുക്കാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഇമേഴ്ഷൻ ബാത്ത് എന്ന് പറയുന്നത്. അതിനെല്ലാം ഉപരി സർവവൈദ്യനായ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യവും അനുഗ്രഹവും ഇക്കാര്യത്തിൽ കൂടിയേ തീരൂ. പ്രാർത്ഥനാനിർഭരമായ ഈ കേന്ദ്രത്തിലെ ഓരോ നിമിഷവും നമുക്ക് അനുഗ്രഹപ്രദമാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കും.